മാധവന്റെ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ട് ആപ് ജയ്സാ കൊയ്, അതായത് സംവൺ ലൈക്ക് യു, നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. പക്ഷെ ഇതിൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു സെക്സ് ചാറ്റിംഗ് ആപ്പിന്റെ പേരാണ് ആപ് ജയ്സാ കൊയ്. സോ 42 വയസ്സായിട്ടുള്ള നമ്മുടെ നായകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആൾക്ക് ചെറുപ്പത്തിൽ ഒരു കൊച്ചായിട്ട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ആള് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ കൊച്ചു നല്ലൊരു ശാപവും കൊടുത്തിട്ടുണ്ടായിരുന്നു, നിനക്ക് ലവും ഉണ്ടാവില്ല സെക്സും ഉണ്ടാവില്ല ഈ ജീവിതത്തിൽ എന്ന്. ഇതിലും ഭേദം നിന്റെ തലയിൽ ഇടുത്തി വീഴും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി നീ പാമ്പ് കടിച്ച് ചാവെന്ന് പറയുന്നതായിരുന്നു. 42 വയസ്സായിട്ടുള്ള നമ്മുടെ നായകൻ ഇപ്പോഴും വെർജിൻ ആണ്, ഇൻട്രോവേർട്ട് ആണ്, ഷൈ ആണ്, ആൾക്കാരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ വരെ പേടിയായിട്ടുള്ള ആള്. ഒരു 32 വയസ്സായിട്ടുള്ള ഹാർട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു നായികയായിട്ട് റിലേഷൻഷിപ്പിലാവാണ്. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിൽ പറയുന്നത് വെർജിൻ ആയിട്ടുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്തൊക്കെ മ്യൂസിയത്തിൽ ഉണ്ടാവുള്ളൂ എന്ന്. അതിനർത്ഥം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സെൻസസ് നടത്തിയിട്ടില്ല എന്നാണ്. നടത്തിയിട്ട് വെച്ചാൽ എവർക്ക് വേണ്ടിയിട്ട് തന്നെ 10,000 മ്യൂസിയം നിങ്ങൾ കെട്ടേണ്ടി വന്നേനെ. സോ ഭയങ്കര സിമ്പിൾ, ബ്യൂട്ടിഫുൾ, ഇമോഷണൽ, ഫണ്ണി ആയിട്ടുള്ള ഒരു സിനിമ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷെ ഇത് പലർക്കും ഡൈജസ്റ്റ് ആവോ എന്നുള്ള കാര്യമൊന്നും എനിക്കൊരു ഉറപ്പില്ല. കാരണം ആണുങ്ങൾ പോണ് കാണുന്നത് ഇറ്റ്സ് ക്രെഡിറ്റ്, ആൻഡ് പെണ്ണുങ്ങൾ വെൻ ഇറ്റ് കംസ് ടു ഗേൾസ് അല്ലെങ്കിൽ ലേഡീസ് പറയുമ്പോൾ അതൊരു ഷെയിം ആയിട്ട് കാണുന്ന പല ആൾക്കാർ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. 40 വയസ്സ് കഴിഞ്ഞു വെച്ച ഒരു സ്ത്രീയുടെ ലൈഫ് എൻഡായി, അതൊരു 40 വയസ്സിൽ ഒരു ആണ് പോയി കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അയാളുടെ ലൈഫിന്റെ ബിഗിനിങ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളെ ജോലിക്ക് വിടുന്നത് ഞങ്ങൾ എന്തോ അവരോട് ചെയ്യുന്ന എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഇഷ്ടമായി എന്നൊന്നും വരില്ല. എന്നാൽ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രോസും കോൺസും നല്ല വൃത്തിക്ക് എടുത്ത് പറയുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക, എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. സോ മാധവന് പറയുമ്പോൾ ദിസ് ഇസ് ജസ്റ്റ് എ കേക്ക് വാക്ക് എന്നേ പറയാനുള്ളൂ. ഈ തനു വെജ്മാനു നമ്മുടെ കങ്കണ റണാവത്തിന്റെ ഒക്കെ ഒപ്പം കൂടെ ഉള്ള പടം പോലത്തെ പടമാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി അടിപൊളി പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. മാധവന്റെ ഒരു പടത്തില് മാധവനെ ഔട്ട് പെർഫോം ചെയ്യുക പറയുന്ന ഇറ്റ്സ് നോട്ട് സോ ഈസി. കാരണം അത് അത്ര എളുപ്പമല്ല. ഇപ്പൊ പെസ് കളിക്കുന്നവർക്ക് അറിയാം, ഡിഫൻസിൽ മാൽജിനി ഉണ്ട് വെച്ചാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ആ സിനിമയിൽ മാധവൻ ഉണ്ട് വെച്ചാൽ പിന്നെ ആളുടെ പണി ആൾ വൃത്തിക്ക് ചെയ്തോളും. ആൻഡ് അതൊരു പോസിറ്റീവ് ഫാക്ടർ കൂടിയാണ്. പക്ഷെ ഇതിൽ മാധവൻ ഔട്ട് പെർഫോം ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ പിക്കിൾ ആൻഡി. ആ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആളുടെ പേര് എനിക്ക് ബേസിക്കലി ഓർമ്മ. കിടിലം പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ഈ സിനിമയത്തെ ഇമോഷണൽ സീൻസ് ഒക്കെ വൻ കിടുവായിരുന്നു. പിന്നെ നമ്മുടെ ഡങ്കൽ ഫെയിം ആയിട്ടുള്ള ആ കൊച്ചാണ് ഈ സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആ കൊച്ചും കിടിലൻ അഭിനയം തന്നെയായിരുന്നു കേട്ടോ. പേഴ്സണലി അടിപൊളി അഭിനയമായിരുന്നു. ഡങ്കലിന് ശേഷം ആ കൊച്ചിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ എല്ലാ ഭാഷയിലും ഈ സിനിമ അവൈലബിൾ ആണ്. സോ കാണേണ്ടവർ എന്തായാലും കണ്ടു നോക്കുക. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. എനിക്ക് ഉറപ്പ് തരാനൊന്നും പറ്റില്ല. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. സിനിമയത്തെ ചില ഡയലോഗ്സ് ഒക്കെ കിടുവായിരുന്നു. 50s ആർ ദ ന്യൂ 40s എന്നുള്ള ഡയലോഗ്സ് ഒക്കെ അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇഫ് ലൈഫ് ഡസൻ ഗിവ് യു ലെമൺസ് മേക്ക് യുവർ ഓൺ സർബത്ത്, അതായത് ജീവിതം നിങ്ങൾക്ക് നാരങ്ങയൊന്നും തന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സർബത്ത് തന്നെ ഉണ്ടാക്കുക. അത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്നല്ല, പക്ഷെ അടിപൊളിയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. നല്ല പടം.